പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ മുന്നോട്ടൊന്ന് കൊണ്ടുപോകാൻ പോവുക. പിന്നോട്ട് നടത്തിക്കുന്നു ചില പരാതി പറയുന്ന പോലെ മുന്നോട്ട് കുറച്ച് ദൂരമുണ്ട്. ടൈം ട്രാവൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഫ്യൂച്ചറിലേക്കൊന്ന് യാത്ര ചെയ്യാൻ പോവുക. നമുക്കൊന്ന് 2051 പോയാലോ? 2051 ചൊവ്വയിൽ 24 ഒരു സ്റ്റുഡിയോയിൽ നിന്നുള്ളൊരു സാങ്കല്പിക വാർത്താ ബുള്ളറ്റിനാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഓവർ ടു ചൊവ്വ. യെസ്. ഗുഡ് മോർണിംഗ്. ന്യൂസ് റൗണ്ട് അപ്പ് 2051 സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഈ മൊബിലിറ്റി യുഗത്തിലേക്ക് രാജ്യം. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം. ഫെബ്രുവരി 1 മുതൽ രാജ്യം ഈ മൊബിലിറ്റിയിലേക്ക്. നിരോധനം പ്രാബല്യത്തിലാകുന്നതോടെ കോടിക്കണക്കിന് വാഹനങ്ങൾ നിരത്തിന് പുറത്താകും. ആശങ്കയിൽ വാഹന ഉടമകൾ. നിരോധനം ലംഘിച്ച് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും. തീരുമാനം നടപ്പാക്കിയത് യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെയെന്ന് പ്രതിപക്ഷം. ഈ വർഷത്തെ ശാസ്ത്ര നൊബേൽ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് പുരസ്കാരം. യൂണിവേഴ്സിറ്റിയിലെ ബയോ ജെനറ്റിക്സ് വിഭാഗം വികസിപ്പിച്ച ആന്റി ഏജിംഗ് സാങ്കേതിക വിദ്യയ്ക്ക്. വാർദ്ധക്യം തടഞ്ഞ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളില്ലാതാക്കുന്ന കണ്ടുപിടുത്തം മാനവരാശിയുടെ ചരിത്രത്തിൽ പുതുയുഗമെന്ന് നൊബേൽ കമ്മിറ്റി. നൊബേൽ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാലയായി ജെയിൻ. സാമ്പത്തിക വിനിമയത്തിൽ പുതുചരിത്രമേതാൻ കാർബൺ ക്രെഡിറ്റ് കറൻസി. അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്യത്തിന് അന്ത്യം. പുത്തൻ രീതിയിൽ മൂല്യമളക്കുന്നത് പരിസ്ഥിതി സ്നേഹം അടിസ്ഥാനമാക്കി. വിപ്ലവകരമായ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യ നേതൃത്വം നൽകുന്ന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഇന്റർനാഷണൽ മോണിറ്ററി കൗൺസിൽ അവതരിപ്പിച്ച വിപ്ലവകരമായ കാർബൺ ക്രെഡിറ്റ് സാമ്പത്തിക വ്യവസ്ഥ ഉടൻ നിലവിൽ. ചരിത്രത്തിൽ ആദ്യമായി അന്യഗ്രഹ ജീവിക്ക് നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ വിജയകരം. നേട്ടം കൈവരിച്ച് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് ഏലിയൻ 2.0. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് റോബോ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പ്രത്യേക മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം. മെഡിക്കൽ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും. വായനയുടെ വാർത്താലോകത്തേക്ക് വാതിൽ തുറന്ന ദിനപത്രങ്ങൾ ഇനി ഓർമ്മ. ഇന്ന് വായനക്കാരിലെത്തിയത് അവസാന പത്രം. ദക്ഷിണ സുഡാനിൽ അവശേഷിച്ചിരുന്ന അവസാന പത്രം ദ ജൂബ ക്രോണിക്കിളിന് താഴെ വീണു. വികാരനിർഭരമായി അവസാന പേജ് തയ്യാറാക്കി ജീവനക്കാർ. രാജ്യം ഈ മൊബിലിറ്റിയിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായി പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചു. മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പാക്കുന്ന തീരുമാനം വാഹന ഉടമകളെ ആശങ്കയിലാക്കുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ കാലഘട്ടത്തിന് വിരാമമിടുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം തടയുകയും കാർബൺ പുറന്തള്ളൽ 0 കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ നയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനയുഗത്തിന് അന്ത്യം കുറിക്കും. ഞാൻ വാങ്ങിയ കാറിന് ഇനിയും ലോൺ തീർന്നിട്ടില്ല. ഇപ്പൊ ഇതെങ്ങനെ മാറ്റും? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എടുത്ത തീരുമാനം. ഞങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യും? ഇലക്ട്രിക് നല്ലതാണ്, പക്ഷേ ചാർജിംഗ് സ്റ്റേഷനുകൾ മതിയാകുമോ? തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സാധാരണക്കാരുടെ വാഹനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉപയോഗശൂന്യമാക്കുന്നത് ക്രൂരതയാണ്. ആവശ്യത്തിന് ചാർജിംഗ് സ്റ്റേഷനുകളോ ഇലക്ട്രിക് വാഹന ലഭ്യതയോ ഇല്ലാതെ ഇത്തരമൊരു നിരോധനം ജനങ്ങളെ വഴിയാധാരമാക്കുന്ന തുഗ്ലക് പരിഷ്കാരമാണ്. പരിസ്ഥിതി വിദഗ്ധർ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു എന്ന് കേൾക്കാം. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം ഇന്ത്യയെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വലിയ ചുവടാണ്. തീരുമാനം സാമ്പത്തിക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. പഴയ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഇലക്ട്രിക് കിറ്റ് ഘടിപ്പിക്കുന്ന അംഗീകൃത സെന്ററുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കും. സ്ക്രാപ്പേജ് പോളിസിയും പുതിയ ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർക്ക് ഉയർന്ന എക്സ്ചേഞ്ച് ബോണസും പ്രഖ്യാപനങ്ങളിലുണ്ട്. നിരോധനം ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും കനത്ത പിഴ ഈടാക്കാനും ട്രാഫിക് പോലീസിന് അധികാരം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. റോബോട്ടുകൾക്ക് പൗരത്വം നൽകാനുള്ള തീരുമാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് 2.5 ലക്ഷം റോബോട്ടുകളുടെ അപേക്ഷ തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ഓൾ കേരള ആൻഡ്രോയിഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള റോബോട്ട് സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ്. രാജ്യത്ത് റോബോട്ടുകൾക്ക് പൗരത്വം അനുവദിച്ച ചരിത്രപരമായ നിയമ ഭേദഗതി 1 വർഷം പൂർത്തിയാകുമ്പോഴും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ റോബോട്ടുകൾ നൽകിയ 2.5 ലക്ഷത്തിലധികം അപേക്ഷകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. സാങ്കേതിക കാരണങ്ങളും
ഭരണഘടനാപരമായ അവ്യക്തതകളും ചൂണ്ടിക്കാട്ടിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷകൾ നിരസിച്ചത്. റോബോട്ടുകൾക്ക് പൗരത്വം നൽകിയെങ്കിലും വോട്ടവകാശ കാര്യത്തിൽ വ്യക്തതയില്ല എന്ന വിമർശനം ശക്തമാവുകയാണ്. ഭരണഘടനാപരമായ അവ്യക്തതകളുണ്ട്. നിലവിലെ നിയമപ്രകാരം റോബോട്ടുകൾക്ക് വോട്ടവകാശം നൽകാൻ സാധ്യമല്ല. സംസ്ഥാനത്തെ ആദ്യ റോബോട്ട് മന്ത്രി CK50 2 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് സാധാരണ റോബോട്ടുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. വോട്ടവകാശമില്ലാതെ നോമിനേറ്റഡ് അംഗമായി മന്ത്രിസഭയിലെത്തിയ തനിക്ക് നയപരമായ തീരുമാനങ്ങളെടുക്കാൻ കഴിഞ്ഞുവെന്നും പൗരത്വം ലഭിച്ച എല്ലാവർക്കും വോട്ടവകാശം നൽകുക എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണെന്നും മന്ത്രി പറഞ്ഞു. 1951 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്താണ് ഡിജിറ്റൽ എക്സ്പെർട്ട് ക്വാട്ടയിൽ സർക്കാർ എന്നെ നോമിനേറ്റ് ചെയ്തത്. എനിക്ക് വോട്ടവകാശമില്ല. എന്നിട്ടും കഴിഞ്ഞ 2 വർഷമായി ഞാൻ നയപരമായ തീരുമാനങ്ങൾ എടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ റോബോട്ട് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഡിജിറ്റൽ ടാക്സ് അടയ്ക്കുന്ന ഞങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഇത് മൗലികാവകാശ ലംഘനമാണ്. എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. വോട്ട് എന്നത് ഡാറ്റ അനാലിസിസ് മാത്രമല്ല, മനുഷ്യ സഹജമായ വികാരങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവുമാണ്. അൽഗോരിതങ്ങൾക്ക് വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതേസമയം മെഷീനുകൾക്ക് വോട്ടവകാശം നൽകുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. ഈ വിവേചനം സഭ അടിയന്തരമായി ചർച്ച ചെയ്യണം. സ്പീക്കർക്ക് നോട്ടീസ് നൽകും. ആവശ്യമെങ്കിൽ നിയമപോരാട്ടത്തിലേക്കും പോകും. ഈ തീരുമാനത്തിനെതിരെ നിയമപോരാട്ടം നടത്തും. വിഷയം രാഷ്ട്രീയമായി ചൂടുപിടിച്ചിരിക്കെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്ത് ശാസ്ത്ര നൊബേൽ നേടുന്ന ആദ്യ സർവകലാശാലയായി ജെയിൻ യൂണിവേഴ്സിറ്റി. വാർദ്ധക്യത്തെ പടിക്കു പുറത്തു നിർത്തുന്ന ആന്റി ഏജിംഗ് സാങ്കേതിക വിദ്യയുടെ വികസനത്തിനാണ് പുരസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ശാസ്ത്രലോകത്തിന് അഭിമാന നിമിഷം. 2051 ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചു. മനുഷ്യരിലെ വാർദ്ധക്യം തടയുകയും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന വിപ്ലവാത്മകമായ ആന്റി ഏജിംഗ് മോളിക്കുലാർ തെറാപ്പി വികസിപ്പിച്ചാണ് 2051 നൊബേൽ ശാസ്ത്ര പുരസ്കാരത്തിന് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി അർഹമായത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ നവീനമായ കാഴ്ചപ്പാടിനും ഗവേഷണ മികവിനുമുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. ലോകത്തിന്റെ ആരോഗ്യ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഈ കണ്ടെത്തലിന് കഴിയും. യൂണിവേഴ്സിറ്റിയിലെ ബയോജനറ്റിക്സ് വിഭാഗം വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യയിലൂടെ ആരോഗ്യകരമായ മനുഷ്യായുസ് 120 വർഷം വരെ നീട്ടാനാകുമെന്ന് നൊബേൽ സമിതി വിലയിരുത്തി. കേരളത്തിന്റെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെ വലിയ വിജയമാണിത്. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ആഗോളതലത്തിൽ വൻകിട മരുന്ന് കമ്പനികൾ കോടിക്കണക്കിന് രൂപ മുടക്കി പരാജയപ്പെട്ട മേഖലയിലാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഈ നേട്ടം കൈവരിച്ചത്. ഡിസംബറിൽ സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. കൊച്ചിക്കും കേരളത്തിനും രാജ്യത്തിനും ഇത് അഭിമാന നിമിഷം. വിദേശ പൗരന്മാരുടെ കുത്തൊഴുക്ക് കൂടിയതിനെ തുടർന്ന് രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കാൻ കേരളം. യൂറോപ്പിൽ നിന്നടക്കം വിദേശികൾ കേരളത്തിലേക്ക് എത്തുന്നതിനാലാണ് കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജനുവരി 31 സർക്കാർ അറിയിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. കേരളത്തിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ സർക്കാർ കർശനമാക്കി. ജനുവരി 31 അപേക്ഷ പൂർത്തിയാക്കിയില്ലെങ്കിൽ വിദേശികൾക്ക് തിരികെ പോകേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി അരോമ മാത്യൂസ് വ്യക്തമാക്കി. അവസാന തീയതി നീട്ടില്ലെന്ന പ്രഖ്യാപനം വന്നതോടെ വിദേശികൾ കടുത്ത ആശങ്കയിലാണ്. ലോകത്ത് തന്നെ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായി കേരളം മാറിയതോടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള കുടിയേറ്റത്തിൽ വർധനയുണ്ടായത്. ടൂറിസം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി എത്തിയവരിൽ 60% പേർ ഇതുവരെ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷത്തിലധികം വിദേശികൾ കേരളത്തിലെത്തി. രജിസ്ട്രേഷൻ നിയമപ്രകാരം സ്ഥിരതാമസത്തിനായി നോർക്ക റൂട്ടിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നവംബർ 1 മുതൽ ഇതുവരെ 20 ലക്ഷം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇതിൽ 12 ലക്ഷം പേർ യൂറോപ്യൻ സ്വദേശികളാണ്. എന്നാൽ 10 ലക്ഷത്തോളം പേർ ഇനിയും അപേക്ഷ നൽകിയിട്ടില്ല. നിയമം കർശനമാകുമ്പോഴും കേരളം വിട്ടുപോകാൻ തയ്യാറല്ലെന്ന് വിദേശ പൗരന്മാർ പറയുന്നു. Kerala feels like my home. ഇപ്പോൾ മലയാളം സംസാരിക്കാം. People here became my family. Please, don't make me leave. Everything I worked for is here. My job, my friends, my life. If we leave now, we lose everything. My 3 children study here in Kerala. They call this place home. I don't know how to tell them we have to leave. ഇവിടെ എത്തിയത് അതിഥികളായി ആയിരുന്നെങ്കിലും ഇന്ന് കേരളമാണ് ജീവിതമെന്ന് പറയുന്നവരാണ് പലരും.
എന്നാൽ അവസാന തീയതി അടുക്കുമ്പോൾ അനിശ്ചിതത്വവും ഭീതിയുമാണ് ഇവരെ വേട്ടയാടുന്നത്. നിയമം പിൻവലിച്ചില്ലെങ്കിൽ ലോകവ്യാപകമായി ഈ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. അതേസമയം നിയമം സംസ്ഥാനത്തിന് സൽപ്പേരിന് കളങ്കമാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. എന്നാൽ കുടിയേറ്റം ഫലപ്രദമായി നിയന്ത്രിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. രാജ്യം സമ്പൂർണ്ണ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവടുവെച്ചിട്ട് ഇന്ന് ഒരാണ്ട്. 2050 നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റത്തിലൂടെ രാജ്യത്തെ എല്ലാ ഇടപാടുകളും ഡിജിറ്റലായെന്ന് RBI അറിയിച്ചു. പണമിടപാടുകൾക്കായി നോട്ടുകളെ ആശ്രയിക്കാത്ത ലോകത്തെ ആദ്യ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. നിങ്ങളുടെ പോക്കറ്റിൽ ഇന്ന് ഒരു നോട്ടുമില്ലെങ്കിൽ അതിനി അസാധാരണമല്ല. രാജ്യം പൂർണ്ണമായും ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലേക്ക് മാറിയിട്ട് ഇന്ന് 1 വർഷം. 2050 നടപ്പാക്കിയ ഈ ചരിത്രപരമായ മാറ്റത്തോടെ രാജ്യത്തെ എല്ലാ പണമിടപാടുകളും ഇപ്പോൾ ഡിജിറ്റലായെന്ന് RBI വ്യക്തമാക്കി. നോട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ച ഇന്ത്യ പണരഹിത സമ്പദ്വ്യവസ്ഥ നടപ്പാക്കിയ ലോകത്തിലെ ആദ്യ വലിയ രാജ്യമെന്ന നേട്ടം കൈവരിക്കുകയും ചെയ്തു. ഇത്രയും വലിയ മാറ്റം പ്രായോഗികമല്ല. ഗ്രാമീണ ഇന്ത്യക്ക് അസാധ്യം. തുടക്കത്തിൽ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും 1 വർഷം പിന്നിടുമ്പോൾ ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് RBI അറിയിച്ചു. മുഖഭാവവും ശരീര സിഗ്നലുകളും തിരിച്ചറിയുന്ന ബയോ സിഗ്നേച്ചർ പേയ്മെന്റുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലൂടെ നേരിട്ട് അക്കൗണ്ടിലെത്തുന്ന വേതന വിതരണവും ജനജീവിതം സുഗമമാക്കി എന്നാണ് വിലയിരുത്തൽ. പണച്ചോർച്ചയും ഇടനിലക്കാരെയും ഒഴിവാക്കി സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി അഞ്ജന മേത്ത പറഞ്ഞു. രാജ്യത്ത് സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും ഇടപാടുകൾ കൂടുതൽ വിശ്വാസ്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പരിഷ്കാരം വലിയ പങ്ക് വഹിച്ചു. ഇത്രയും വിശാലമായ സാങ്കേതിക ശൃംഖല തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് RBIയുടെ മുൻഗണന. മനുഷ്യരുടെ പണവുമായുള്ള വൈകാരിക ബന്ധത്തിൽ പുതിയ രീതി വിടവുണ്ടാക്കുമെന്ന ആശങ്ക പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ അമറുദ്ദീൻ ഖാൻ പങ്കുവച്ചു. ഡിജിറ്റൽ പണമിടപാട് സാമൂഹിക സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. വിശ്വാസം, അതാണ് ഇനി പ്രധാന ഘടകം. കാര്യക്ഷമതയും പൊതുജന വിശ്വാസവും തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതാണ് ഇനി മുന്നിലുള്ള വെല്ലുവിളിയെന്ന് RBIയുടെ AI വിഭാഗമായ അർത്ഥാനെറ്റ് 9 വിലയിരുത്തി. കാര്യക്ഷമതയും വിശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ, അതിലാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ അടുത്ത ഘട്ടമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി കൗൺസിൽ അവതരിപ്പിച്ച വിപ്ലവകരമായ കാർബൺ ക്രെഡിറ്റ് സാമ്പത്തിക വ്യവസ്ഥ ഉടൻ പ്രാബല്യത്തിലാകും. ഇതോടെ ആഗോള കറൻസികളിലെ മേധാവിത്വം ഡോളറിന് നഷ്ടപ്പെടുമെന്ന് റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക രംഗത്ത് പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിരുന്ന അമേരിക്കൻ ഡോളർ യുഗത്തിന് അന്ത്യം കുറിക്കപ്പെടുകയാണ്. ഇനി സാമ്പത്തിക മൂല്യം അളക്കുന്നത് ഭൂമിയെ ഒരാൾ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള നവവികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ടുവച്ച ഈ നയം ലോകരാജ്യങ്ങൾ ഐകകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ ഡിജിറ്റൽ അൽഗോരിതങ്ങളിലൂടെ കൃത്യമായി നിയന്ത്രിക്കാനാകുമെന്ന തിരിച്ചറിവാണ് പുതിയ സംവിധാനത്തിനു പിന്നിൽ. ലാഭം മാത്രമല്ല, ഭൂമിക്ക് തിരികെ നൽകുന്നതാണ് ഇനി പണത്തിന്റെ മൂല്യമെന്ന് കാർബൺ ക്രെഡിറ്റിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്ലോബൽ സസ്റ്റൈനബിൾ ഫോറം ഡയറക്ടർ ഫൈസ് കുരുവിള പറഞ്ഞു. വിപണികൾക്ക് ഇതുവരെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ തെറ്റ് കാർബൺ ക്രെഡിറ്റ് തിരുത്തും. പുതിയ കാർബൺ ക്രെഡിറ്റ് വ്യവസ്ഥ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ശുദ്ധ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നവർക്കും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കാർബൺ ക്രെഡിറ്റ് ലഭിക്കും. മലിനീകരണം നടത്തുന്നവർക്ക് തത്സമയം പിഴ ഈടാക്കും. ഭൂമിയിലുടനീളം സ്ഥാപിച്ച സെൻസർ ശൃംഖലകളാണ് ഈ സംവിധാനം നിയന്ത്രിക്കുന്നത്. കാർബൺ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ വഴി ക്രെഡിറ്റുകൾ അന്താരാഷ്ട്ര വിപണിയിൽ കൈമാറ്റം ചെയ്യാനും കഴിയും. ഈ മാറ്റം ആഗോള സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നതിന്റെ മൂല്യമാണ് ഇനി ആഗോള സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനമാകുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു അന്യഗ്രഹ ജീവിയുടെ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു സർക്കാർ ആശുപത്രി. ചരിത്ര നേട്ടം കൈവരിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ റോബോ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന മൾട്ടി ഡിസിപ്ലിനറി യൂണിറ്റാണ്. ആ ശസ്ത്രക്രിയയുടെ വിജയ കഥയിലേക്കാണിനി. കൊച്ചി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ലോക വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ അപൂർവ നിമിഷത്തിനാണ്. ആഗോള വൈദ്യശാസ്ത്ര മേഖലയെ അമ്പരപ്പിച്ച് അന്യഗ്രഹ ജീവിക്ക് അതിസങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയാണ് ആശുപത്രി ചരിത്രം കുറിച്ചത്. സർക്കാർ ആശുപത്രിയിൽ ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായാണ്. മുമ്പ് ഇന്ത്യയുടെ ബഹിരാകാശ അന്യഗ്രഹ ഗവേഷണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിച്ച ഏലിയൻ 2.0 ദൗത്യത്തിനിടെ ഹൃദയാഘാതം വന്നതോടെ അതീവ സുരക്ഷാ വലയത്തിലും പ്രത്യേക അനുമതിയോടും കൂടി കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. റോബോ ഡോക്ടേഴ്സും വിവിധ വിദഗ്ധരും ഉൾപ്പെട്ട മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഏലിയന്റെ ശരീരഘടന മനുഷ്യഹൃദയത്തോട് സാമ്യമുള്ളതിനാൽ ശസ്ത്രക്രിയ ഗുണകരമായി നടന്നു.
ഈ ശസ്ത്രക്രിയ ഞങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും വെല്ലുവിളിയേറിയതായിരുന്നു. കോശങ്ങളുടെ പ്രതികരണം പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. സർജറിക്കിടയിൽ രക്തസ്രാവ നിയന്ത്രണവും ഓക്സിജൻ കൈമാറ്റവും വലിയ സങ്കീർണതകൾ സൃഷ്ടിച്ചു. ഒരു ഘട്ടത്തിൽ ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ടി വരുമോ എന്ന ആശങ്ക പോലും ഉണ്ടായി. എന്നാൽ ടീം ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് ഈ വിജയം സാധ്യമായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്പെഷ്യൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏലിയൻ 2.0യുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്റെ ജീവൻ തിരികെ തന്നതിന് ഇവിടെ പ്രവർത്തിച്ച എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എന്റെ ഹൃദയപൂർവ്വമായ നന്ദി. താങ്ക് യു എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. പ്രധാനമന്ത്രിയും കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാരും മെഡിക്കൽ ടീമിനെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അഭിനന്ദിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയും ഡോക്ടർമാരുടെ അസാമാന്യമായ പ്രായോഗിക ബുദ്ധിയും ഒത്തുചേർന്നപ്പോഴാണ് അസാധ്യമെന്ന് കരുതിയ ദൗത്യം സാധ്യമാക്കാൻ കഴിഞ്ഞത്. 24 കൊച്ചി. പരമ്പരാഗത കോടതി നടപടികളിലെ കാലതാമസം ഒഴിവാക്കി നീതി നിർവഹണം വേഗത്തിലാക്കാൻ തുടക്കമിട്ട AI കോടതികൾ മികവ് പുലർത്തുന്നെന്ന് റിപ്പോർട്ട്. പ്രവർത്തനം ആരംഭിച്ച് 1 മാസം തികയുന്നതിന് മുൻപേ 2000 കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചുകൊണ്ട് എറണാകുളം AI കോടതി മാതൃകയായി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് ഒരു നിർണായക നേട്ടമാണ്. പ്രവർത്തനം ആരംഭിച്ച് 1 മാസം പൂർത്തിയാക്കുമ്പോൾ തന്നെ 2000 കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ച് മാതൃകയായിരിക്കുകയാണ്. പരമ്പരാഗത കോടതിയിൽ ഇത്രയും കേസുകൾ തീർക്കാൻ 1000 ദിവസത്തോളം വേണമെന്നിരിക്കെയാണ് AI കോടതിയുടെ നേട്ടം. കാലതാമസം ഒഴിവാക്കി നീതി നിർവഹണം വേഗത്തിലാക്കുക, അതായിരുന്നു AI കോടതികളുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് ആ ലക്ഷ്യം പ്രായോഗികമായി ഫലം കണ്ടിരിക്കുകയാണ്. കോടതികളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ജനങ്ങൾക്ക് നീതി വൈകുന്നതിന് കാരണമായിരുന്നു. AI കോടതികളിലൂടെ നീതിന്യായ നടപടികൾ വേഗത്തിലും സുതാര്യമായും നടപ്പിലാക്കാൻ സാധിക്കുന്നു. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കാനും സങ്കീർണ കേസുകളിൽ കൃത്യതയും തുല്യ നിലവാരവും ഉറപ്പാക്കാനും കോടതികൾക്കായിട്ടുണ്ട്. മനുഷ്യസഹജമായ പിഴവുകൾ പരമാവധി കുറച്ച് ഒരേ നിലവാരത്തിലുള്ള വിധികൾ ഉറപ്പാക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന നേട്ടം. ഇത് നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ആരംഭമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്കിന്റെ ഉദാഹരണമായി എറണാകുളം AI കോടതി മാറിയതുപോലെ വരുംകാലങ്ങളിൽ കൂടുതൽ സങ്കീർണ കേസുകളിലും AI സഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നിയമവ്യവസ്ഥ. 24 കൊച്ചി. വർത്തമാന പത്രയുഗം അവസാനിക്കുകയാണ്. ലോകത്ത് അവശേഷിച്ചിരുന്ന അവസാന ദിനപത്രം ദ ജൂബ ക്രോണിക്കിൾ പ്രവർത്തനം നിർത്തി. ആ റിപ്പോർട്ടിലേക്ക്. ഒരു കാലത്ത് ഓരോ വീടുകളിലും പുലർച്ചെ എത്തുന്ന അതിഥിയായിരുന്നു പത്രം. ഇന്ന് ആ അതിഥിക്ക് ലോകം ഔദ്യോഗികമായി വിട പറഞ്ഞിരിക്കുകയാണ്. ദക്ഷിണ സുഡാനിലെ അവസാന അച്ചടിപത്രം ദ ജൂബ ക്രോണിക്കിൾ ഇന്നലെ നിശ്ചലമായതോടെ പ്രഭാതത്തിൽ ചായക്കപ്പിനൊപ്പം വാർത്തകൾ വായിക്കുന്ന സംസ്കാരത്തിനാണ് അന്ത്യമാകുന്നത്. വികസിത രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പേ ഡിജിറ്റൽ എഡിഷനുകളിലേക്കും വെർച്വൽ റിയാലിറ്റിയിലേക്കും മാറിയിട്ടും ദക്ഷിണ സുഡാനിൽ തുടർന്ന ഏക പത്രത്തിനാണ് താഴുവീണിരിക്കുന്നത്. ഇതാണ് ആ പ്രസ്. പത്രത്തിന്റെ അവസാന എഡിറ്റോറിയൽ ഡെസ്കിൽ മുതിർന്ന എഡിറ്റർമാരും ലേഔട്ട് ആർട്ടിസ്റ്റുമാരും വികാരനിർഭരമായ അനുഭവം പങ്കിട്ടു. നാളെ മുതൽ പത്രവും മഷിയും റോളറുകളും ഒഴിവാകും. ആ പ്രത്യേക ഗന്ധം ഇനി ഓർമ്മകളിൽ മാത്രമായിരിക്കും. അച്ചടി പൂർത്തിയായി പുറത്തിറങ്ങിയ പത്രത്തിന്റെ ആദ്യ കോപ്പികൾ ജീവനക്കാർ ഭക്ത്യാദരപൂർവ്വം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഉപഗ്രഹ ഇന്റർനെറ്റ് സാർവത്രികമായതിനാൽ ദക്ഷിണ സുഡാനിലും ഡിജിറ്റൽ മാറ്റം അനിവാര്യമാവുകയായിരുന്നു. ഇന്ന് ലോകത്ത് വാർത്തകൾ വിരൽത്തുമ്പിൽ നിമിഷങ്ങൾക്കകം എത്തും. പക്ഷേ പുലർച്ചെ ചായക്കപ്പിനൊപ്പം പത്രത്തിന്റെ താളുകൾ മറിക്കുന്ന ആ ഗൃഹാതുരത്വം വരും തലമുറയ്ക്ക് ഒരു കെട്ടുകഥയായി മാത്രം അവശേഷിക്കും. ഈ റിപ്പോർട്ടോടെ ന്യൂസ് റൗണ്ട് അപ്പ് 2051 പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ. യെസ്, 2051 ജാനുവരി 27 നമ്മൾ നടത്തിയ യാത്ര, അതും ചൊവ്വയിലെ 24 സ്റ്റുഡിയോ. ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം ട്രാവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ചൊവ്വയിലെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? ഈ സാങ്കല്പിക വാർത്തയുമായി ബന്ധപ്പെട്ട ആശയം നമുക്ക് മുന്നിൽ വെച്ചത് കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറാണ്. ഭാവിയുടെ ഉച്ചകോടി 2ാം പതിപ്പാണ് ഇത്തവണ ജെയിൻ ഒരുക്കുന്നത്. UN-ന്റെ സുസ്ഥിര വികസനം എന്ന ആശയത്തിലൂന്നി ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഉച്ചകോടികളിലൊന്നാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു സ്ഥാപനമാണ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയും അതിൻ്റെ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫും.
ഡോക്ടർ ടോമും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ഈ കിടില ആശയം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 2051 നമ്മുടെ ടെലിവിഷൻ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലാക്കാൻ കൂടി ഇത് ഉപകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാവി കേരളത്തെ നിർവചിക്കാൻ ലക്ഷ്യമിട്ട് കൊച്ചി കാക്കനാട് ജെയിൻ ക്യാമ്പസിൽ ഈ മാസം 29-ാം തീയതി മുതൽ, അതായത് മറ്റന്നാൾ മുതൽ ഉച്ചകോടി ആരംഭിക്കും. ഈ ഉച്ചകോടിയിൽ നിരവധി വിഷയങ്ങളിൽ ഫയർ സൈഡ് ചാറ്റുകളുണ്ട്, ഫ്ലീ മാർക്കറ്റുകളുണ്ട്, ഡ്രോൺ ഷോ ഉണ്ട്, ഗെയിം വേൾഡ്സ് ഉണ്ട്, ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, ഫാഷൻ ഷോ, പെറ്റ് ഷോ, ഹ്യൂമൻ ലൈബ്രറി, അങ്ങനെ വിസ്മയങ്ങൾ ഒരുപാട് അവർ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ കാര്യത്തിൽ. ഭാവിയിലേക്ക് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമ്മിറ്റ് ദ ഫ്യൂച്ചറിന് എല്ലാ ആശംസകളും നേരുന്നു. എനിക്കും ഫ്യൂച്ചറിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അടിമുടി ഒരു മാറ്റം 2051 ചൊവ്വാഗ്രഹത്തിലെ 24 സ്റ്റുഡിയോക്ക് ഉണ്ടായില്ലേ? ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ആസ്വദിച്ച് കാണും എന്നാണ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.